ഒരു 10 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ ഒരു 15 കൊല്ലം മുമ്പൊക്കെ നമുക്ക് പഠനം പൂർത്തീകരിച്ചാലായിരുന്നു ജോലി കിട്ടാനും അതേപോലെ തന്നെ സമ്പാദിക്കാനൊക്കെയുള്ള സാഹചര്യം ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പഠനത്തോടൊപ്പം തന്നെ പലതരത്തിലുള്ള ജോലികളിലും ഏർപ്പെടാനും അതുവഴി സമ്പാദിക്കാനും കഴിയുന്ന സാഹചര്യങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മളെ എനർജി ആവശ്യമില്ലതിനും ആവശ്യമില്ലാത്തതിനൊക്കെ ഉപയോഗിച്ച് കളയുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ ഈ യുവത്വം എന്ന് പറയുന്ന ഒരു 15 വയസ്സ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ എനർജി എന്ന് പറയുന്നത് ഒരു 25 വയസ്സ് വരെ വളരെ മികച്ചൊരു കാലഘട്ടമാണ്. അത് നമുക്ക് വളരെ സ്വതന്ത്രനായിട്ട് സഞ്ചരിക്കാനും ഏതൊരു കാര്യത്തിനും ശാരീരിക ക്ഷമതയോട് കൂടിയിട്ട് അത് പൂർത്തീകരിക്കാനും നന്നായി ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും എല്ലാം കഴിയുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള നിങ്ങളുടെ കഴിവുകളെ ഉപയോഗപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് അതിനെ ഒരു സാമ്പത്തികമായി നമുക്ക് മെച്ചം നേടാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യം നിങ്ങളിലുണ്ട്. ആ സംഭവം നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരുപാട് പേര് ഇപ്പോൾ അത് ഉപയോഗപ്പെടുത്തുന്നവരുണ്ട് കേട്ടോ. അവരെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. നമ്മുടെ യുവാക്കളിലെ ഒരു 15 to 20 വയസ്സിനിടയിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളും അവർ സ്കൂളിൽ പോകുന്നു അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിനപ്പുറം ഒഴിവ് സമയങ്ങളെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മൾ ഒന്ന് പുനർചിന്തനം നടത്തേണ്ടതുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് വയസ്സ് 17 ഇത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് വയസ്സ് 19 അവർ രണ്ടാളും വിദ്യാർത്ഥികളാണ്. ഒരാൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്, ഒരാൾ വിഷ്വൽ മീഡിയയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവർ രണ്ടുപേരും അവരുടെ സ്കില്ല് ഉപയോഗപ്പെടുത്തിയിട്ട് ഒഴിവ് ദിവസങ്ങളിൽ എന്ത് ചെയ്യാണ്, ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെ നമ്മൾ കൂടെ കൂട്ടിയതും അവരുടെ ആ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള അവരുടെ കാഴ്ചപ്പാടുകൊണ്ട്. ഇതേ സംഭവം നിങ്ങൾക്കും ചെയ്യാം. ഈ 365 ദിവസത്തിൽ 200 വർക്കിംഗ് ഡേ നമുക്കുള്ളൂ. ബാക്കിയെല്ലാം എന്താണ്? ബാക്കി വരുന്ന 165 ദിവസം ഒഴിവ് ദിവസമാണ്. ഏകദേശം പകുതിയോടടുത്തുള്ള അത്രയും ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ സമയങ്ങൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് നല്ലൊരു സംരംഭകനാവാനോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മേഖലയിൽ കൂടുതൽ തിളങ്ങാനോ കഴിയുന്ന അടിത്തറ പാകാനുള്ള ഒരു സമയമായിട്ട് നിങ്ങളുടെ ഒരു 15 to 20 വയസ്സിൻ്റെ ഇടയിലുള്ള നിങ്ങളുടെ പ്രായം നിങ്ങൾ തിരഞ്ഞെടുത്താൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറമായിരിക്കും മുന്നോട്ട് പോവുക. നമ്മളൊരു 25-30 വയസ്സ് കഴിഞ്ഞിട്ട് സമ്പാദിക്കാനും മറ്റു കാര്യങ്ങൾക്കും ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന എനർജിയും 15-ാം വയസ്സിലൊരു സംരംഭകനായോ അല്ലെങ്കിൽ തനിക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്ത് അതിലൂടെ സമ്പാദിക്കാനോ കഴിയുന്നൊരു സാഹചര്യം രൂപപ്പെടുത്തിയാൽ ഒരുപക്ഷെ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ചിത്രം മാറാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. ആ ചുറ്റുമുള്ളവരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മാതൃകയാക്കേണ്ടത്.